അത് ഒരു കാര്യം ഇതിൽ കാണേണ്ടത്, ഒന്ന്, നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്, LDFും UDFും തമ്മിലാണ് എന്ന് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാർ കൃത്യമായി പറയുന്നു. ശ്രീ കെ മുരളീധരൻ പറയുന്നു, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നു, ചാണ്ടി ഉമ്മൻ തന്നെ പാലക്കാട് പ്രചരണത്തിന് വന്നപ്പോൾ അത് കൃത്യമായി പറയുന്നു. അങ്ങനെ പറയുന്നത് ഇവിടെ നടക്കുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. ആ സാഹചര്യത്തെ മറച്ചു വെക്കാനാണ് VD സതീശനും അദ്ദേഹത്തിൻ്റെ കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ശ്രീ നൗഷാദ് അലി ആവർത്തിച്ചത്. അത് നൗഷാദ് അലി ആവർത്തിക്കുമ്പോഴാണ് ശ്രീ നാരായണ നമ്പൂതിരിക്ക് ശബ്ദമുയർത്താനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം ഉയരാതിരിക്കാനും മതനിരപേക്ഷതയുടെ ശബ്ദം ഉയരാനുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സകല വർഗീയതയുടെയും ശബ്ദം ഉയരട്ടെ പാലക്കാട് എന്നാണ് VD സതീശനും അതുപോലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗവും തയ്യാറാകുന്നത്. ആ ശബ്ദമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ചയിലൂടെയും കേട്ടത്. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ, വികസനത്തെ കാണുന്ന ആളുകൾ, അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ഒരു നല്ല മുഖമായി അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന വിശ്വാസതയോടുകൂടി ഡോക്ടർ സരിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്. ഉണ്ടയില്ലാത്ത വെടി വെക്കാറില്ല എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ നൗഷാദ് അലി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങളുടെ പ്രധാന നേതാക്കന്മാരുടെ പേരും ചുമതലയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 9 നേതാക്കന്മാരാണ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്നത്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് മുമ്പൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എറണാകുളത്ത് ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ മത്സരിക്കുന്ന സമയത്ത് ലീഡർ ശ്രീ കെ കരുണാകരൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചിഹ്നം വന്ന് ടെലിവിഷനായിരുന്നു, നമുക്ക് ഓർമ്മയില്ലേ, എല്ലാവരും TV കാണണം എന്നൊരു സന്ദേശം കൊടുത്തു. ആ സന്ദേശം കൊടുത്തതുപോലെയാണ് ശ്രീ കെ മുരളീധരനും അതുപോലെ തന്നെ ഈ VD സതീശൻ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ രാഹുൽ ടീമിനെ എതിർക്കുന്ന അവരുടെ ധിക്കാരപരമായ നിലപാടിനോട് എതിർ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെല്ലാം സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദേശം മതനിരപേക്ഷതയുടെ പക്ഷത്തേക്ക് വരാനുള്ള സന്ദേശമാണ്. എന്നാൽ ശ്രീ VD സതീശനും ടീമും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ SDPIയുടെ വോട്ട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക, ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായി ചർച്ച നടത്തുക, രഹസ്യ ചർച്ച നടത്തുക, എന്നിട്ട് എല്ലാ വർഗീയവാദികളെയും ഒന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം അവിടെ ജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനനുസൃതമായ സാഹചര്യമാണ് അവിടെ ഒരുങ്ങി വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ വന്ന കാര്യമൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. ഞാനത് നേരത്തെ പറയുന്ന സമയത്തൊന്നും പറയാതിരുന്നതാണ്. പക്ഷേ അതെല്ലാം കോൺഗ്രസിൻ്റെ ആളുകൾ ആവശ്യത്തോടുകൂടി പറയുമ്പോൾ ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെ അതൊന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല. ഇന്നലെ ശ്രീ കെ മുരളീധരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഗാനവും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായവും എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ. കോൺഗ്രസിൻ്റെ നേതാവല്ലേ, മുൻ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ആളല്ലേ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളാണല്ലോ, നിങ്ങൾക്ക് ഏത് തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണല്ലോ. നിങ്ങളുടെ DCCയിൽ നിന്നോ ചോർന്നു വന്ന കത്തിനകത്ത് നിങ്ങൾ സ്ഥാനാർത്ഥിയായി ഇവിടെ ജയിക്കണമെങ്കിൽ പരിഗണിക്കണമെന്ന് ഏകകണ്ഠമായി അഭിപ്രായം പറഞ്ഞുവെന്ന് പുറത്തു വന്ന ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ആ അഭിപ്രായത്തെയൊക്കെ അങ്ങ് വിഴുങ്ങിക്കളയുകയാണോ? ആ അഭിപ്രായമുള്ളവരാണ് പാലക്കാട് മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാർ, UDFിൻ്റെ പ്രവർത്തകർ. അവരാണ് ഇപ്പോൾ സരിന് വേണ്ടി ഏതാണ്ട് ലീഡർ കെ കരുണാകരൻ അന്ന് സൂചിപ്പിച്ച പോലെയുള്ള സൂചനകൾ നൽകിയും ശക്തമായ രീതിയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. 1-2 ആളുകളല്ല, ഏതാണ്ട് ഒരു ഡസനോളം നേതാക്കന്മാരാണ് പുറത്തു വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കും സമാനമായ സാഹചര്യമുണ്ട്. BJPക്കും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. അതിനകത്ത് പടലപ്പഴക്കമാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശ്രീ ശോഭാ സുരേന്ദ്രൻ വന്നു എന്നത് അവിടെ ഫ്ലക്സ് കത്തിച്ചതും അവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരസ്പരം പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സന്ദീപ് ഉൾപ്പെടെ അതിനകത്ത് തർക്കിച്ചു നിൽക്കുന്ന കാര്യവും നമ്മൾ കാണുകയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം തർക്കങ്ങളൊന്നുമില്ലാതെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, BJPയുമായി ഡീലുണ്ടാക്കി, ആ ഡീൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ
ദളിത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെല്ലാമായി പ്രവർത്തിച്ച ആളുകൾ, ഇവരെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇവർ BJP-യുമായി ഡീലുണ്ടാക്കുന്നു, ഇവർ മതനിരപേക്ഷതയ്ക്കെതിരാണ്. നേരത്തെ ഞാൻ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്നാണ് കോൺഗ്രസിനോട് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്, BJP ജയിക്കുകയാണെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ എന്നാണ്. ഇത് രണ്ടും ഏതാണ്ട് ഒരു ബുദ്ധിയാണ് ഞാൻ ഉപയോഗിച്ചത്. അങ്ങ് പറഞ്ഞ വിമർശനത്തിൽ കഴമ്പുണ്ട്, ഞാൻ അത് അംഗീകരിക്കുന്നു.